അല്ല ഇത് സച്ചേട്ടന്റെ ഏട്ടന്റെ ഭാര്യ. മുറപ്രകാരം പറഞ്ഞ ഏട്ടത്തിയ. എന്താ പേര്? അവന്തിക. ഓ, ഇതാണോ നീ ഫോണിൽ പറഞ്ഞ ആള്? ഇത് തന്നെ. നീ പറഞ്ഞ കഥകളൊക്കെ കേട്ടപ്പോ മുതല് ഈ മുതലിനെ ഒന്ന് നേരിട്ട് കാണണമെന്ന് കരുതിയതാ. എല്ലാ കുടുംബത്തിലും ഉണ്ടാവും ഇതുപോലൊരെണ്ണം. എന്റെ കുടുംബത്തിലും ഉണ്ട്. പിന്നെ ഇതൊക്കെ നമ്മുടെ കൈകളിൽ ഒതുങ്ങാവുന്നതേ ഉള്ളൂ. കളക്ടർ മാഡം എന്തറിഞ്ഞിട്ടായി പറയുന്നത്? ഞാനത്ര കൊള്ളരുതാത്തവളൊന്നും അല്ല. ഇവളെന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു തന്ന് മാഡത്തിനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. അങ്ങനെ എന്തെങ്കിലും കേട്ട് തെറ്റിദ്ധരിക്കുന്നവളല്ല ഈ ശാലിനി. ആദ്യം ഞാൻ എല്ലാം ഒന്ന് മനസ്സിലാക്കട്ടെ. കുറച്ചേ ഇവള് നിങ്ങളെപ്പറ്റി പറഞ്ഞുള്ളൂ. എങ്കിലും ആ പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിങ്ങള് ആളൊരു ചില്ലറക്കാരിയല്ലാന്ന്. ഇവള് സൂചിപ്പിച്ച പോലെയാണ് കാര്യങ്ങളെങ്കിൽ പണി ഞാൻ തരുന്നുണ്ട്. അതിനുവേണ്ടി തന്നെയാ നേരിട്ട് വന്നതും. ആദ്യം ഇവളോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ടാവാം വിചാരണയും ശിക്ഷയും ഒക്കെ. നീ വാ. ഇങ്ങനൊരു കൂട്ടുകാരി ഉള്ളതിനെ പറ്റി അർച്ചന ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇവരുടെ വിവാഹത്തിന് ഞാൻ വന്നിരുന്നു. അന്ന് കളക്ടറൊന്നും അല്ലായിരുന്നു. പിന്നീട് തമ്മിൽ കാണുന്നത് ഇന്ന്. എന്റെ തിരക്കൊക്കെ കൊണ്ടങ്ങനെ കാണാനോ വിളിക്കാനോ സമയം കിട്ടാറില്ല. എന്റെ ശാരദാമ്മയ്ക്ക് അർച്ചനയോട് വലിയ സ്നേഹമാണ്. ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇവിടേക്ക് വന്നതിൽ വളരെ സന്തോഷം. പിന്നെ കളക്ടർ ശാലിനിയെ കുറിച്ച് നാട്ടിൽ വലിയ അഭിപ്രായമാണ്. സോഷ്യൽ മീഡിയയിൽ ഞാനും കാണാറുണ്ട് പലരുടെയും പോസ്റ്റുകളൊക്കെ. നാട് നന്നാവാൻ ഒരു കളക്ടർ മാത്രം വിചാരിച്ച മതിയല്ലേ? അങ്ങനെ എല്ലാം നന്നാക്കാനൊന്നും പറ്റില്ല. എന്റെ ഒരു അധികാരം വെച്ച് എന്തൊക്കെ ചെയ്യാനാവുന്നുണ്ടോ അതൊക്കെ ഒരു പരിധി വരെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇങ്ങനെ ഇറങ്ങി ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ എന്തെങ്കിലും ഒരു പാളിച്ച പറ്റിയ ഈ നല്ല അഭിപ്രായം പറയുന്നവര് തന്നെ തിരിച്ചും പറയും. മോളുടെ ഭർത്താവും മക്കളും ഒക്കെ സുഖായിരിക്കുന്നു. എന്നാ മോളും അർച്ചനയും സംസാരിക്കും. നമുക്ക് പിന്നീട് വിശദമായി സംസാരിക്കാം. നിങ്ങള് കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ? ഒരുപാട് കാര്യങ്ങൾ പറയാനും കേൾക്കാനും കാണുമല്ലോ. അതെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അർച്ചനെ, നീ ശാലിനി മോളെയും കൂട്ടി മുകളിലേക്ക് അല്ലേ? അപ്പൊ ധനുഷ് എന്ന് പറയുന്ന ആളും അവന്തികയും ചേർന്ന് എത്രയൊക്കെ ഇവിടെ കാണിച്ചു കൂട്ടി അല്ലേ? അതെ ശാലിനി, ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ നടന്നു. നീ പറഞ്ഞിട്ട് എന്താ ഇവിടെ ആർക്കും വിശ്വാസം ഇല്ലാത്തത്? അപ്പോ നിന്നെക്കാളും വിശ്വാസമാണോ ഇന്നലെ ഇവിടെ കയറി വന്നവർക്ക്? എന്ത് പറയാനാ ശാലിനി? ആദ്യം ഞാനിത് പറഞ്ഞപ്പോ മുതല് എന്നെ എതിർത്തും ഞാൻ പറയുന്നൊന്നും ശ്രദ്ധിക്കാതെ എന്നെ തിരുത്തിയാ നന്ദേണ്ണ ഓരോന്നും പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ ചുരുങ്ങിയ നേരം കൊണ്ട് ചെയ്തവര് നാളെ ഇതിനപ്പുറമായിരിക്കില്ലേ ചെയ്യുന്നത്? അതോർക്കുമ്പോഴാണ് എനിക്ക് വിഷമം ഉണ്ടാവുന്നത്.
ഇനിയിപ്പോൾ അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല അർച്ചന. ചില കള്ളങ്ങൾക്ക് സത്യത്തെക്കാൾ വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ചില നേരത്ത് അതിനായിരിക്കും കൂടുതൽ വിശ്വാസ്യതയും. എന്തൊക്കെ പറഞ്ഞാലും സത്യം മാത്രമേ അവസാനം വിജയിക്കൂ. പക്ഷേ ഇവിടുത്തെ പ്രശ്നത്തിന് നമുക്കതിനുള്ള സമയമില്ല എന്നുള്ളതാ. കട പൊളിച്ചും സർട്ടിഫിക്കറ്റ് മാറ്റിയും ഉള്ള കാലം മുഴുവൻ അവനും പിടിച്ചു നിൽക്കാനാവില്ലല്ലോ. നീ അവസാനം പറഞ്ഞത് നല്ലൊരു പോയിന്റ്. പഴയ ഓഫീസിലെ ആൾമാറാട്ടവും അവിടുത്തെ പെൺകുട്ടിയുടെ കൊലപാതകവും ചെന്ന് നിൽക്കുന്നത് ധനുഷിലാണ്. ആ സംശയം മാത്രം മതി അവനെ അറസ്റ്റ് ചെയ്യാൻ. അറസ്റ്റ് നടന്നു കഴിഞ്ഞാൽ ആ വാർത്ത പത്രത്തിൽ വന്നോളൂ. ആ സമയത്ത് ഇപ്പൊ കൂടെയുള്ളത് ഡ്യൂപ്ലിക്കേറ്റ് അച്ഛനും അമ്മയാണെന്ന് നമുക്ക് തെളിയിക്കാം. അതോടെ തീരല്ലേ നിന്റെ പ്രശ്നം? തീരും. അതിനുവേണ്ടി തന്നെയാ ഞാൻ നിന്നോട് സഹായം ചോദിച്ചതും. ഇങ്ങനൊരു പദവി ഉള്ളതുകൊണ്ട് നിനക്കത് നിഷ്പ്രയാസം സാധിക്കുകയും ചെയ്യും. അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്താലും അവരേതെങ്കിലും കാരണം കൊണ്ട് രക്ഷപ്പെടും. ഇത്രയും വലിയൊരു അവസരം കിട്ടിയിട്ട് അവനെ ശിക്ഷിക്കാനും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാനും പറ്റിയില്ലെങ്കിൽ പിന്നെ അത് സാധിച്ചൊന്നും വരില്ല. മനസ്സിലായി. നീ ധൈര്യമായിട്ടിരിക്കെ. ഈ ഒരു സംഭവത്തിന് വേണ്ടി എന്റെ പദവിയും എന്റെ സമയവും ഉപയോഗിച്ച് അവനെ ഞാൻ വേണ്ടത് ചെയ്തോളാം. അല്ല, നാളെയല്ലേ വിവാഹ നിശ്ചയം? അതിനു മുമ്പ് നമുക്കെല്ലാത്തിനും പരിഹാരം കാണാൻ പറ്റുമോ നോക്കാം. നീ കുറച്ചു നേരത്തെ എന്നെ വിളിച്ചിരുന്നെങ്കിൽ നിനക്ക് ഇത്രയും അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അതിനൊക്കെ മുമ്പ് ഞാൻ എന്തെങ്കിലും ഒരു തുമ്പുണ്ടാക്കി ഇപ്പം നമ്മൾ പറഞ്ഞതൊക്കെ അന്നേ നടന്നേനെ. എന്തായാലും ജോൾസൻ അങ്ങനെ പറഞ്ഞത് ഒരു തരത്തിൽ നന്നായി. അതുകൊണ്ടല്ലേ വിവാഹത്തിനുള്ള സമയം നീട്ടിവെച്ച് അതിപ്പോ നിശ്ചയത്തിലേക്ക് എത്തിയത്. നിശ്ചയം പോലും നടക്കരുത്. അത് നടന്നാ പിന്നീട് സത്യം എല്ലാവരും തിരിച്ചറിയുന്നൊരു ഘട്ടത്തിൽ അതേക്കുറിച്ച് ഓർത്തുകൂടി വിഷമാവും ഇവിടെ എല്ലാവർക്കും. അതാ. നീ ധൈര്യമായിട്ടിരിക്കെ. നമുക്ക് നോക്കാം എന്താവൂന്ന്. അവന്തിക ഇവിടെ എന്ത് ചെയ്യായിരുന്നു? ആ ഞാൻ വെറുതെ. വെറുതെയോ? ജില്ലാ കളക്ടറുടെ കോൺഫിഡൻഷ്യൽ കാര്യങ്ങൾ ഒളിഞ്ഞു നിന്ന് കേട്ടിട്ട് വെറുതെ എന്നോ? അതെ, അർച്ചനയുടെ മുന്നിൽ എടുക്കുന്ന വേഷം കെട്ടും കൊണ്ട് എന്റെ അടുത്ത് വരരുത്. ഇതേ ആള് വേറെയാ. മാറങ്ങോട്ട്. അർച്ചനെ, എനിക്ക് ആകെ ടെൻഷനാവുന്നു ശാലിനി. നാളെ വിവാഹ നിശ്ചയം നടന്ന ഈ കുടുംബത്തിന്റെ നാശത്തിന് തുടക്കമാവും. ഇപ്പോഴത്തെ പോക്ക് കണ്ടിട്ട് നാളെ ഈ നിശ്ചയം നടക്കുന്ന മട്ട. എനിക്ക് കാര്യത്തിന്റെ സീരിയസ്നെസ് മനസ്സിലാവാഞ്ഞിട്ടല്ല അർച്ചന. ധനുഷിനെതിരെ നമ്മൾ കളക്ട് ചെയ്ത തെളിവുകൾക്ക് ഒരു ബലക്കുറവുണ്ട്. സോളിഡ് ആയിട്ടുള്ള തെളിവുകളില്ലാതെ അയാൾ എന്തെങ്കിലും ചെയ്താ ഇത് പണ്ടത്തെ കാലം അല്ലല്ലോ. പണി അതേ സ്പീഡിൽ തിരിച്ചു വരും.
ചിലപ്പോ നമ്മൾ പിടിച്ചാ നിൽക്കില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് ആലോചിക്കുന്നത്. ഈ കുടുംബത്തിന്റെ നാശം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാ അവൻ സ്നേഹയെ ടാർഗറ്റ് ചെയ്തത്. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പക്വത ഇനിയും അവക്കായിട്ടുമില്ല. അവക്ക് എന്നോട് വെറുപ്പായിരിക്കും, അത് ഞാൻ കണക്കിലെടുക്കുന്നില്ല. അവളുടെ ജീവിതം നശിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് ഞാൻ എങ്ങനെയാ കൈയും കെട്ടി നോക്കി നിൽക്കുക? ഈ നിശ്ചയം നടക്കരുത്. അപ്പൊ അത് മാത്രം എൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതറ്റം വരെ വേണമെങ്കിലും പോവാൻ ഞാൻ തയ്യാറുവാ. താനൊന്ന് സമാധാനായിട്ടിരിക്കെ. തന്റെ കൂടെ ഞാനില്ലേ? വേണ്ടതുപോലെ കാര്യങ്ങൾ ചെയ്യാൻ സമയം ഇനിയും ബാക്കിയുണ്ട്. ഇവിടെ മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. താൻ പോയി സമാധാനമായിട്ട് കിടന്നുറങ്ങ. നന്ദ, നന്ദ, നമുക്കിറങ്ങാം. അല്ല, ധനുഷ് റെഡിയായില്ലേ? ധനുഷ് നേരത്തെ പോയച്ചാ. എവിടെയോ പോകാനുണ്ടെന്നും അമ്പലത്തിലേക്ക് എത്തിക്കോളാന്നും പറഞ്ഞു. ആ, ധനുഷിന്റെ വീട്ടുകാരോട് എത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തി എല്ലാ കാര്യങ്ങളും തയ്യാറാക്കി വെക്കണം. ഒന്നിനും ഒരു കുറവും ഉണ്ടാവരുത്. ഇന്ന് നിന്റെ ജീവിതത്തിലെ വലിയൊരു ദിവസ. നിന്നെ ഇങ്ങനെ എന്നും സന്തോഷത്തിൽ അച്ഛനെ കാണണം. അതിനാ ഇതൊക്കെ ചെയ്യുന്നത്. ആ, ജ്യോത്സ്യം പറഞ്ഞ പരിഹാര കർമ്മങ്ങളൊക്കെ ഉടനെ തീർത്ത് അധികം വൈകാതെ ഇവരുടെ വിവാഹം കൂടി നമുക്ക് നടത്തണം. പരിഹാര പൂജയ്ക്കുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്തച്ചാ. നാളെയാണ് പറഞ്ഞിരിക്കുന്നത്. ആതിരയുടെ പ്രസവം കൂടി കഴിഞ്ഞാൽ അതിന്റെ അടുത്ത മാസം വിവാഹവും നടത്താൻ നമുക്ക്. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇവള് വളർന്ന് വിവാഹപ്രായമായിന്ന്. കൺമുന്നീന്ന് മാറി നിൽക്കാത്തതുകൊണ്ട് വളർന്നതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നതാവും ശരി. ഇനി എന്റെ മോളൊരു ഭാര്യയായി അമ്മയായി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണണോ ഈ ഏട്ടത്തിക്ക്? എൻ്റെ എല്ലാ മക്കൾക്കും അവരാഗ്രഹിച്ചതുപോലുള്ളൊരു തുണയെ ഈശ്വരൻ കൊടുത്തു. അതുപോലെ ധനുഷിനൊപ്പം സന്തോഷമായിട്ട് നല്ലൊരു കുടുംബജീവിതം നയിച്ച് മുന്നോട്ട് പോകണം നീയും. ധനുഷിനൊപ്പം നല്ലൊരു ജീവിതമായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അച്ഛാ. പിന്നെ അച്ഛനോടും നന്ദേട്ടനോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഈ വീട്ടിലെ പലരും ഈ വിവാഹത്തെ എതിർത്തിട്ടും എൻ്റെ മനസ്സും ഇഷ്ടവും മനസ്സിലാക്കി എന്നോടൊപ്പം നിന്നതിനും നിൽക്കുന്നതിനും. എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയവരാരും എൻ്റെ കൂടെ നിന്നില്ല, എന്നെ മനസ്സിലാക്കിയില്ല. ഇപ്പോഴാ ഞാൻ പലരെയും മനസ്സിലാക്കുന്നത്. മോളെ, ഈ വിവാഹം എന്നൊക്കെ പറയുന്നത് ഒരു നിമിത്തമാ. എല്ലാം അതാത് സമയത്ത് നടക്കും. ഇനി ആരൊക്കെ എതിർത്തു എന്ന് പറഞ്ഞാലും ഈശ്വരന്റെ പദ്ധതിയെ നടപ്പാവൂ. കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ഇനി ഒരു സംസാരം വേണ്ട. എല്ലാവരും മറന്ന് ഇന്നത്തെ ഈ നിശ്ചയം നല്ല രീതിയിൽ നടത്തണം. ഇനി നിന്ന് താമസിക്കണ്ട, എല്ലാവർക്കും ഇറങ്ങാം. വാ മോളെ, വാ. എന്നാലും ഈ സ്നേഹം ഇത്രയ്ക്കങ്ങ് മാറിപ്പോയല്ലോ ഏട്ടത്തി. മാറട്ടെ എനിക്ക്.
എല്ലാവരും മാറണം. ചില തിരിച്ചറിവുകൾ ഉണ്ടാവാൻ മാറ്റങ്ങൾ നല്ലത് തന്നെയാണ്. ശാലിനി താൻ വിളിച്ചോ? ഇനി തിരക്കിനിടയിൽ ചിലപ്പോൾ നമ്മുടെ കാര്യം വിട്ടുപോയെന്നറിയില്ലല്ലോ. അങ്ങനെ അവളെ വിട്ടുപോകത്തൊന്നുമില്ല. ശാലിനി ഏറ്റിട്ടുണ്ടെങ്കിൽ അവൾ അത് നടത്തും. എനിക്ക് ശാലിനി അത്ര വിശ്വാസ. സച്ചേട്ടൻ നോക്കിയോ ഇന്ന് എന്താ നടക്കാൻ പോകുന്നതെന്ന്. വണ്ടി നിർത്ത്. ധനുഷല്ലേ? പുറത്തോട്ട് വാ. എന്നാ പോവാം. സർ, ഞാൻ മുൻപ് വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലെ പെൺകുട്ടി മരിച്ച കേസുമായിട്ട് എന്നെ കണക്ട് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ ആ സംഭവത്തിന് ശേഷം അവിടുത്തെ പോലീസിൽ കൊടുത്ത മൊഴി നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. തൽക്കാലം നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. സർ, ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. ഞാൻ അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോവാ. അത് കഴിഞ്ഞ് സ്റ്റേഷനിലെത്തിയാൽ പോരെ? തനിക്ക് ഞങ്ങളെ ഈ യൂണിഫോമിൽ കണ്ടിട്ട് തന്റെ വീട്ടു ജോലിക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? ബലം പ്രയോഗിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ വന്ന് ജീപ്പിലോട്ട് കയറിയ ഒരു സീൻ ഒഴിവാക്കാം. വാ, കേറ്. കേറടാ, കേറ്. അങ്ങോട്ട് കേറടാ. ഞാൻ ചോദിക്കുന്നതിനൊക്കെ വ്യക്തമായ ഉത്തരം എനിക്ക് കിട്ടണം. സർ, ഞാൻ പറഞ്ഞില്ലേ, ഇന്നെന്റെ വിവാഹ നിശ്ചയമാണ്. അതിനെന്നെ പോകാൻ അനുവദിക്കണം. അത് കഴിഞ്ഞ് വന്ന് സാർ ചോദിക്കുന്നതിനൊക്കെ ഞാൻ ഉത്തരം പറയാം. അത് പോരല്ലോ അനിയ. അല്ല, വിവാഹ നിശ്ചയം ആരുടെയെന്നാ പറഞ്ഞേ? നിന്റെയോ? അത് കൊള്ളാലോ. എടോ, നീ ഇപ്പൊ പല കേസുകളിലെ പ്രതിയാ. പിന്നെ എങ്ങനെ നിന്നെ പറഞ്ഞുവിടാൻ പറ്റും? നീ നാഗർകോവിലെ നിഗോസ് ഫൈബേഴ്സ് എന്ന കമ്പനിയിൽ ഒരു 7 മാസം ജോലി ചെയ്തിരുന്നില്ലേ? ചെയ്തിരുന്നു. ആ, അന്ന് നിന്റെ പേര് ഷാഹിർ എന്നായിരുന്നില്ലേ? ഷാഹിർ മുഹമ്മദ് അല്ലേ? അത് പിന്നെ ഈ നാട്ടിൽ വന്നപ്പോഴെങ്ങനെടാ ധനുഷ് ഒന്ന് മാറിയത്? അല്ല, ശരിക്കും നിന്റെ പേരെന്താ? സർ, ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ പച്ച കള്ളമാണ്. എന്നെ കൊടുക്കാനായിട്ട് മനഃപൂർവ്വം കെട്ടിച്ചമച്ച കേസായത്. മനഃപൂർവ്വോ? എടാ, മനഃപൂർവ്വം കേസുണ്ടാക്കാൻ നീ ആരാടാ? നീ ആ ഓഫീസിലുണ്ടായിരുന്ന സമയത്ത് അവിടെ ഫ്രണ്ട് ഓഫീസിൽ ജോലി ചെയ്തിരുന്ന നിൻസി എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്യുകയുണ്ടായി. അത് നിനക്കറിയോ? അറിയാം. നീയും ആ പെൺകുട്ടി അടുപ്പത്തിലായിരുന്നുവെന്നാണ് അന്ന് അവിടെ ജോലി ചെയ്തിരുന്ന സ്റ്റാഫുകൾ പോലീസിന് മൊഴി കൊടുത്തിട്ടുള്ളത്. ശരിക്കും ആ പെൺകുട്ടി എങ്ങനെയാ മരിച്ചത്? സർ, ഞാൻ ആ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് മാത്രമാണ് ശരി. അവിടെ എന്റെ പേര് ധനുഷ് തന്നെയായിരുന്നു. എന്റെ ശത്രുക്കൾ അവിടുത്തെ ആളുകളെയും കൂട്ടുപിടിച്ച് കെട്ടിച്ചമച്ച കഥകളാ ഇതൊക്കെ. ആ പെൺകുട്ടി മരിച്ചത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ വ്യാജ വാർത്തകളാണ് സർ. സാർ എന്നെ വിശ്വസിക്കണം. അപ്പോ നീയും ആ മരിച്ച പെൺകുട്ടിയും തമ്മിൽ ഒരു ബന്ധമില്ലെന്നാ പറഞ്ഞു വരുന്നേ?
ഞങ്ങൾ തമ്മിൽ ചെറിയൊരു അടുപ്പുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാ സർ. ആ പക്ഷെ ആ കുട്ടിയുടെ ആത്മഹത്യയായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെന്തിനാ നീ ഇത്രയും കാലം മുങ്ങിക്കിടന്നത്?